അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ക്രിസ്തുമസ് എളിമയുടെ മാതൃക നമുക്ക് ഓതിത്തന്ന സുന്ദരമായ അനുഭവമാണ്. ക്രിസ്തുമസ് ലാളിത്യത്തിൻ്റെ പന്ഥാവിലേക്ക് നമ്മെ നയിക്കുന്നതായ അനുഭവമാണ്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റേതായ എല്ലാ മംഗളങ്ങളും ഈ സമയത്ത് ആശംസിക്കുന്നു. ജയമംഗള ഗീതം പാടി കർത്താവായ ക്രിസ്തുവിനെ നമുക്ക് വരവേൽക്കാം. കിന്നരമണി വീണകൾ മീട്ടി മിശിഹായെ നമുക്ക് എതിരേൽക്കാം. ഇതാ നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നു.
ആയിരം ആയിരം ദേവദൂതർ ഉണ്ണിയേശു പിറന്നപ്പോൾ സ്വർഗീയ ഗീതങ്ങൾ ആലപിച്ചു. ആഹ്ലാദ ഗീതങ്ങൾ നമുക്കും സ്വർഗീയ രാജകുമാരനായി ആലപിക്കാം.
ഹൃദയത്തിൽ ക്രിസ്തുവിന് വേണ്ടി മനോഹരമായൊരു പുൽക്കൂടൊരുക്കാം. മനസ്സുകൊണ്ട് ഒരിക്കൽ കൂടി ബെത്ലഹേമിലേക്ക് പോകാം. ഉച്ചത്തിൽ നമുക്കും പാടാം ഗ്ലോറിയ. പുണ്യരാത്രി പിറന്നൊരുണ്ണി
നക്ഷത്രങ്ങൾ കർത്താവിൻ്റെ തിരുജനനത്തിന് സാക്ഷികളായി. സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനിത ബത്ലഹേമിൽ നമുക്കായി പിറന്നിരിക്കുന്നു. എത്രയോ കണ്ണുകളും കാതുകളും കേൾക്കാൻ കൊതിച്ച അത്ഭുത വാർത്തയായിരുന്നു കർത്താവിൻ്റെ ജനനം. എത്രയോ വംശങ്ങളും രാജ്യങ്ങളും രാജാക്കന്മാരും അവനെ കാത്തിരുന്നു. എന്നാൽ ഇന്നിതാ സകലരുടെയും രക്ഷയ്ക്കായി അവൻ ഈ പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നു.
ക്രിസ്മസിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും എല്ലാവർക്കും നേരുന്നു. കർത്താവിൻ്റെ കൃപ എല്ലായ്പ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. മോഹനഗാനം കേട്ടന്നുരാവിൽ ബെത്ലഹേം